ഇലക്ഷന് BJP ജയിക്കും എന്ന് പറഞ്ഞ് ഇന്നലെ ഇട്ട വീഡിയോ ആണിത്. പക്ഷേ BJP ജയിച്ചില്ല, ആകെ 3 സീറ്റേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാൻ വരുന്നവർക്കുള്ള വീഡിയോ ആണ്. സുഹൃത്തെ, നിങ്ങൾ അറിയാത്ത ഒരു കാര്യം പറയാം. BJP ജയിക്കും എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റിൽ 71 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നല്ല അതിന്റെ അർത്ഥം. BJPയെ സംബന്ധിച്ചിടത്തോളം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണിത്. അതുപോലെ നിങ്ങൾ ലൈഫിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറച്ച് പാഠങ്ങളും പഠിക്കാനുണ്ട്. കേരള BJPയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് O രാജഗോപാൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് O രാജഗോപാൽ ജയിച്ചതെന്നറിയാമോ? പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ എല്ലാ ഇലക്ഷനും മത്സരിക്കുന്ന അദ്ദേഹത്തിന് പൊതുവെ ഒരു പൊതു സ്വീകാര്യത ഉണ്ടായിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ജയിച്ചത്. പക്ഷേ ഇപ്പോൾ കിട്ടിയ 3 വോട്ടും BJPയുടെ ആശയങ്ങളോട് കേരള സമൂഹത്തിലുണ്ടായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റുന്ന ഒരു പാഠം പറഞ്ഞുതരാം. നമ്മുടെ സ്ട്രാറ്റജി തെറ്റാണെങ്കിൽ അത് മാറ്റുക. അതാണ് BJP ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മുൻപ് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വർഗീയതയിൽ ഊന്നിയുള്ള പ്രചരണങ്ങൾക്കായിരുന്നു BJP മുൻതൂക്കം കൊടുത്തിരുന്നത്. അതിനോട് കേരള സമൂഹം എന്നും എതിർപ്പ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് വികസനത്തിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. ഈ ഇലക്ഷന്റെ മുഴുവൻ ക്യാമ്പയിൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, വർഗീയത എന്ന് പറഞ്ഞ സാധനം അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. രണ്ടാമത് നമുക്ക് ലൈഫിൽ എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി അവരുടെ കയ്യിൽ നിന്ന് എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം തോറ്റിട്ടുണ്ട്. ഉദാഹരണത്തിന് സുരേന്ദ്രൻ മുൻപ് 87 വോട്ടിന് തോറ്റിട്ടുള്ള ആ മണ്ഡലത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ തോൽക്കേണ്ടി വന്നത്. അതേസമയം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് കഴക്കൂട്ടത്ത് പ്രവർത്തിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജയിക്കാനും പറ്റിയത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ ജയിച്ചിട്ടുള്ളത് UDF ആണെങ്കിലും ശരിക്കും വിജയിച്ചിട്ടുള്ളത് BJP ആണ്. UDF വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ 1-2 ഇലക്ഷൻ കഴിയുമ്പോൾ BJP പ്രതിപക്ഷ സ്ഥാനത്ത് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്തോളൂ. ഇവിടെ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, നിങ്ങളുടെ കമന്റ് ഡിലീറ്റ് ചെയ്യില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ.